നേത്രസൗഖ്യത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശാലവും പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ 31 വർഷമായിട്ട് സേവനം ചെയ്യുന്ന ഒരു സിസ്റ്റർ ഡോക്ടറാണ്. എൻ്റെ ടോപ്പിക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് തിരുവചനത്തോടുകൂടി ആരംഭിക്കുകയാണ്. പ്രഭാഷകൻ 39 പറയുന്നതാണ്, മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എല്ലാവരും ഇന്ന് വളരെ പേരെ ഇന്ന് ഉപദ്രവം ചെയ്യുന്ന, ശല്യം ചെയ്യുന്ന യൂറിക് ആസിഡ് അല്ലെങ്കിൽ വാതശോണിതം എന്ന് പറയുന്നു. അമിതമായിട്ട് യൂറിക് ആസിഡ് സന്ധികളിൽ അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഗൗട്ട് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയും. ആയുർവേദത്തിൽ ഇതിനെ പറയുന്നതാണ് വാതശോണിതം അല്ലെങ്കിൽ വാതരക്തം അല്ലെങ്കിൽ രക്തവാതം എന്നൊക്കെ വളരെ കൊളോക്കിയലായിട്ട് നമ്മൾ പറയുന്നു. എങ്ങനെയാണ് ഇത്? യൂറിക് ആസിഡ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് യൂറിക് ആസിഡ് ഉണ്ടാവുന്നത്? നാം കഴിക്കുന്ന ആഹാരത്തിലുള്ള പ്രോട്ടീൻ വിഘടിച്ചുണ്ടാവുന്ന പ്യൂരിൻ എന്ന ആ പദാർത്ഥത്തിൻ്റെ രാസപ്രക്രിയയുടെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ്. ഈ യൂറിക് ആസിഡിൻ്റെ തോത് നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിക്കുന്നത് കിഡ്നിയാണ്. യൂറിക് ആസിഡിനെ പുറന്തള്ളുന്ന അത് മൂത്രത്തിലൂടെയാണ് പുറന്തള്ളുന്നത്. അപ്പോൾ നമ്മളുടെ കഴിക്കുന്ന ആഹാരത്തിലുള്ള അമിതമായിട്ടുള്ള യൂറിക് ആസിഡ് കാലിൻ്റെ തള്ളവിരലിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് നീര്, വേദന, ചുവപ്പ്, ചുട്ടുനീട്ടം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. ചിലപ്പോൾ യൂറിക് ആസിഡ് തൊലിക്കടിയിൽ അക്യുമുലേറ്റ് ചെയ്ത് മുഴകളായിട്ട് കാണുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇപ്പം നോർമലായിട്ട് യൂറിക് ആസിഡ് എത്രയാണ്? സ്ത്രീകളിൽ 6ഉം പുരുഷന്മാരിൽ യൂറിക് ആസിഡ് 6.5 സാധാരണ രീതിയിൽ കാണുന്നത്. ഇനിയും ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ പുരുഷന്മാരിലാണ് കാണുന്നത്. അത് പ്രത്യേകിച്ച് 30 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിലാണ് കൂടുതൽ ഇതിൻ്റെ അറ്റാക്ക് കാണുന്നത്. ഇനി ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുന്നത്, എരിവ്, പുളി, മസാല ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, ഉപ്പിലിട്ടത്, ചൊറുക്ക ചേർത്തത്, വിനീഗർ, ഇത് അടങ്ങിയത് കൂടുതലായിട്ട്, ഉപ്പ്, മീൻ കൂടുതലായിട്ടുള്ള ഉപയോഗം. പിന്നെ അടുത്തത് പറയുന്നത് സീ ഫുഡ്, അത് ചൂര, കണവ, കൊഞ്ച്, അതുപോലെ തന്നെയുള്ള ഒരുപാട് ഈ നമുക്കറിയാം കടലിൽ നിന്ന് കിട്ടുന്ന മീനുകൾ കുറേ കൂടി പ്രോട്ടീൻ കണ്ടൻറ്റ് അതിൽ കൂടുതലാണ്. പിന്നെ ഹാഫ് കുക്ക്ഡ്, പകുതി പാകം ചെയ്ത ഭക്ഷണങ്ങൾ, ആർട്ടിഫിഷ്യൽ ഫുഡ് സ്റ്റഫ്സ്, പിന്നെ അമിതമായിട്ടുള്ള തടി, പിന്നെ മൈദ എന്നിവയുടെ ഉപയോഗങ്ങൾ, പിന്നെ പാർട്സ് കറി എന്ന് പറയും, ഈ ഓർഗൻ തന്നെ, ഇപ്പോൾ കരൾ, ലിവർ, അത് തന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള അവസ്ഥ. ഇതൊക്കെയാണ് സാധാരണമായിട്ട് നമ്മളുടെ, അതായത് കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റ്, പ്രത്യേകിച്ച് നമ്മൾ പറയും റെഡ് മീറ്റ് ഇതിന് വളരെ വിരോധമാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ എക്സർസൈസിൽ പറയണത്, ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കുന്ന ഒരു കണ്ടീഷൻ വരിക, രാത്രി ഉറക്കൊളിക്കുക, അതോടെ തന്നെ തീരെ വ്യായാമം കുറയുകയും ഓവർ വ്യായാമം ചെയ്യുകയും ചെയ്യുക, പകൽ കിടന്നുറങ്ങുക. ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പിന്നെ വെള്ളം കുടിക്കാത്ത ഒരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ആഹാരവും കഴിഞ്ഞു, മറ്റ് വിഹാരങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അതായത് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ശക്തിയായിട്ടുള്ള വേദന അനുഭവപ്പെടുക, മുട്ടിൽ നീര് ഉണ്ടാകുക, പിന്നെ അതോടൊപ്പം തന്നെ വേറൊരവസ്ഥ പറയണത്, ലേറ്റർ സ്റ്റേജിലാണ് അത് എല്ലാ സന്ധികളിലേക്കും വ്യാപിക്കുന്നത്. അത് ആരംഭത്തിൽ കാലിൻ്റെ തള്ളവിരലിലാണ് ഉണ്ടാകുന്നത്. ചുവപ്പ്, ചൂട്, വേദന, എരിച്ചിൽ, പുകച്ചിൽ, ഇത്. പിന്നെ ലേറ്റർ സ്റ്റേജിൽ മറ്റു സന്ധികളിലേക്കും അത് വ്യാപിക്കും. പിന്നെ അത് ചിലപ്പോൾ അത് ചൊറിച്ചിലുണ്ടാവും, തരിപ്പുണ്ടാവും. അങ്ങനെ ഒരു 2 സിംറ്റം കൂടി ചില രോഗികളിൽ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ കാണുന്ന ഇത്. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ സിംറ്റംസ് വരുന്നത്. വർഷത്തിൽ 1-2 അറ്റാക്ക് ഉണ്ടാവും. അങ്ങനെ അത് ശക്തമായിട്ടുള്ള വേദനയും പുകച്ചിലോടു കൂടിയായിട്ടും സാധാരണ രീതിയിൽ അത് കാണപ്പെടുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാധാരണ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. ചുവപ്പ് നിറമുണ്ടോ, പുകച്ചിലുണ്ടോ, നമ്മൾ മനസ്സിലാക്കണം അത് വാതരക്തമാണ്. യൂറിക് ആസിഡ് അതിനകത്ത് കൂടിയിരിക്കും. അതാണ് ഇതിൻ്റെ കണ്ടീഷൻ.
ഇനി ഇതിൻ്റെ ടെസ്റ്റുകൾ ഇൻവെസ്റ്റിഗേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യണം, ലിപ്പിഡ് പ്രൊഫൈൽ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഴുപ്പിൻ്റെ ടെസ്റ്റ് നമ്മൾ ചെയ്യണം, RFT റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം, LFT RFT, പിന്നെ HbA1c അതായത് ഇപ്പോൾ വന്നിരിക്കുന്നൊരു ടെസ്റ്റാണ്, ഷുഗറിനെ അറിയുന്നൊരു ടെസ്റ്റാണ്. പിന്നെ അൾട്രാസൗണ്ട് നമുക്ക് നോക്കാം, പിന്നെ ചില കേസുകളിൽ MRI ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്താണ്? ഗ്ലൂട്ടൻ അലർജി ഉള്ളവർ, ജനറ്റിക്കായിട്ട് അമിതവണ്ണമുള്ളവർ, ഡയബറ്റിക് ആൾക്കാർ, ഇവർക്കൊക്കെ ഇത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി എന്താണ് ഈ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ? കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ഡിസീസ് വരാനായിട്ടുള്ള നല്ല സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വരാവുന്ന വേറൊരു കാര്യമാണ് യൂറിക് ആസിഡ് നമ്മൾ ഈ ബ്ലഡ് വെസൽസിലൊക്കെ അടിഞ്ഞിട്ട് നമ്മുടെ സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കിഡ്നി ഡിസീസും ഹാർട്ട് ഡിസീസും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കോംപ്ലിക്കേഷനായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള കണ്ടീഷൻസാണ്. ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉപദ്രവങ്ങളായിട്ട് കാണുന്ന രോഗങ്ങളാണ് നേരത്തെ പറഞ്ഞതൊക്കെ. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ നമുക്ക് എന്ത് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് കോകിലാക്ഷം കഷായമാണ്. അതായത് വയൽച്ചുള്ളി ഇട്ടിട്ടുള്ള കഷായങ്ങൾ, രാസ്നേരണ്ടാതി കഷായം, അതിൽ കൈശോര ഗുഗുലു ഗുളിക ചേർത്ത് നമ്മൾ കൊടുക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഇതിന് ഏറ്റവും ഇഫക്റ്റീവ് ബലാരിഷ്ടം കൊടുക്കാം. പിന്നെ റൂമിനോൾ എന്ന് പറഞ്ഞൊരു ഗുളിക നമ്മൾ കൊടുക്കും. പിന്നെ ജഡാമയാദി ചൂർണം നമ്മൾ അരിക്കാടിയിൽ കുറുക്കി നമ്മൾ ലേപനം ചെയ്യും. അത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള പുകച്ചിലൊക്കെ നിൽക്കാനായിട്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ളതാണ്. പിഴിച്ചിൽ എന്ന് പറയുന്ന ചികിത്സയാണ് ഇതിന് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളത്. അത് പിണ്ണ തൈലം, കൊട്ടൻ ചുക്കാദി തൈലം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പിഴിച്ചിൽ സാധാരണ ചെയ്യുക. പിന്നെ ഇതിന് നമ്മൾ പിഴിച്ചിലിൻ്റെ കൂടെ യോഗവസ്തി ചെയ്യും. യോഗവസ്തി എന്ന് പറയുന്നത് 3 കഷായവസ്തി, 5 മാത്രാവസ്തി. അതിൽ കഷായവസ്തിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മതിയുഷ്ട്യാദി മെഴുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണ രീതിയിലുള്ള ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി. പിന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കാൻ പറയും. പിന്നെ നീരൊക്കെ ഉണ്ടെങ്കിൽ മെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ബൃഹത്യാദി വാട്ടർ എന്ന് പറയും. ഈ ചെറുവഴുതന, വെൺവഴുതന, ഞെരിഞ്ഞിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു പൊടി, അത് വെള്ളമായിട്ട് നമ്മൾ മെഡിക്കേറ്റഡ് ആക്കിയിട്ട് അത് പലവട്ടമായിട്ട് നമ്മൾ ഈ പേഷ്യൻറ്റിനോട് നമ്മൾ കുടിക്കാനായിട്ട് പറയും. ഇനി ഇതിൻ്റെ ഒറ്റമൂലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സലാഡ് ഇതിനുണ്ടാക്കും. സലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലാഡ് നമ്മുടെ വെള്ളരിക്ക, അതിലുള്ള ബീട്രൂട്ട്, ക്യാരറ്റ് ഇങ്ങനെ ഇട്ട് ഇത് 3 കൂടി ചേർത്തിട്ട് ചെറുനാരങ്ങ നീര്, ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ട് ഒരു സലാഡ് ഉണ്ടാക്കി കഴിക്കും. പിന്നെ കാലിൻ്റെ ഇതിൻ്റെ തള്ളവിരൽമ വേദനയും ചുവപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പുവെള്ളത്തിൽ നമ്മൾ മുക്കി വെച്ചിട്ട് അത് നമ്മൾ കഴുകി കളഞ്ഞതിന് ശേഷം, തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ചെറുനാരങ്ങ നീരും മഞ്ഞളും കൂടി ചേർത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പറയും. ഇതിന് സാധാരണ ഒറ്റമൂലിയായിട്ട് കൊടുക്കുന്ന ഒരു പ്രയോഗമായിട്ട് പറയുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒലീവ് ഓയിലും ചെറുനാരങ്ങ നീരും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറയും. ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണപ്പെട്ട ഒറ്റമൂലികൾ. യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് ഒറ്റമൂലി കൂടിയും പറയും. പച്ചമല്ലിയിട്ട് തിളപ്പിച്ച ആ വെള്ളത്തിൽ നമ്മൾ ഒരു ചെറുനാരങ്ങ ഉണക്കി പൊടിച്ച പൊടിയും അതോടൊപ്പം തന്നെ കറുവാപ്പട്ടം പൊടിച്ച് അതിൻ്റെ ചൂർണം കൂടി ഇട്ടിട്ട് സ്വല്പം തേൻ ചേർത്ത് ഒരു സിറപ്പ് പോലെയാക്കിയിട്ട് 2 നേരം കഴിക്കാനായിട്ട് നമ്മൾ പറയും. പിന്നെ വെറും ചെറുനാരങ്ങ നല്ല ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് അത് സഹിക്കാവുന്ന ചൂടുവെള്ളത്തിൽ ചേർത്ത് 2 നേരം കഴിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ ഭക്ഷണശേഷം വേണം കഴിക്കാനായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പച്ചമല്ലി ഇട്ട് തിളപ്പിച്ച ഇതിൽ കറുവാപ്പട്ടയും ആ കോമ്പിനേഷൻ ഷുഗർ ഉള്ളവർക്ക്, ഡയബറ്റിക് ഉള്ളവർക്ക് തേൻ ചേർക്കാതെ നമ്മൾ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു റെസിപ്പിയായിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ വേറൊരു റെസിപ്പി പറയുന്നത് ആപ്പിൾ സിഡാർ വിനിഗർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതൊരു ടീസ്പൂണ് നല്ല ഡൈല്യൂട്ട് ചെയ്ത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ചേർത്തിട്ട് ആ വെള്ളം നമ്മൾ 2-3 ഗ്ലാസ് ഒരു ദിവസം നമ്മൾ കഴിക്കാനായിട്ട് പറയും. പിന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ പച്ച പപ്പായ. നമ്മൾ പപ്പായ സിമ്പിളായിട്ട് കാണുന്ന സാധനമാണ്. അത് യൂറിക് ആസിഡിനെ വളരെയധികം കുറയ്ക്കുന്നതാണ്. കാരണം ഈ പപ്പായ ചെറുതായിട്ട് നമ്മൾ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഈ സലാഡ് പോലെ ഉരച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ട് ആ പപ്പായയിൽ നമ്മൾ ചെറുനാരങ്ങ, പച്ച പപ്പായ അതിൽ ചെറുനാരങ്ങ ചേർത്തിട്ട് അത് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ 2-3 വട്ടം ഒരു ദിവസത്തിൽ കഴിക്കുകയാണെങ്കിൽ ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസം യൂറിക് ആസിഡിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും.
ഇനി അത് മാത്രമല്ല, ഈ പപ്പായയുടെ വേറൊരു റെസിപ്പി എന്ന് പറഞ്ഞാൽ പപ്പായ കുറച്ചെടുത്തിട്ട് നമ്മൾ ഒരു വെള്ളത്തിൽ നന്നായിട്ട് വേവിക്കുന്നു. എന്നിട്ട് നമ്മൾ ആ വെള്ളം നമ്മൾ ഊറ്റിയെടുക്കണം. ആ വെള്ളം ഊറ്റിയെടുത്തിട്ട് അത് അതിനകത്ത് നമ്മൾ ഗ്രീൻ ടീ ഇടണം. ഗ്രീൻ ടീ ഇട്ട് അത് ഒരു 1-2 ഗ്ലാസ് ദിവസത്തിൽ അതിൻ്റെ കൂടെ നമുക്ക് ചെറുനാരങ്ങ കുറച്ച് നമ്മൾ ചേർത്തിട്ട് പിഴിഞ്ഞ് ചേർത്ത് അത് കഴിക്കുന്നതും ഈ യൂറിക് ആസിഡിൻ്റെ അളവിനെ ശരീരത്തിൽ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പഥ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയും പഴവർഗ്ഗങ്ങൾ, അതോടൊപ്പം തന്നെ പുളിയില്ലാത്ത പഴവർഗ്ഗങ്ങൾ സ്പെഷ്യലി, അതുപോലെ തന്നെ ധാന്യങ്ങൾ, ഗോതമ്പ്, ബാർലി, അതുപോലെ തന്നെ ആട്ടിൻപാൽ, പശുവിൻ പാൽ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വെള്ളം ധാരാളം കുടിക്കണം. പിന്നെ നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. പോഷകാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്കറികൾ, അത് മത്തങ്ങ, പടവലങ്ങ, കുമ്പളങ്ങ, പാവയ്ക്ക, ഇങ്ങനത്തെയൊക്കെയുള്ള ഇലക്കറികൾ ധാരാളം കഴിക്കണം. റെഡ് മീറ്റ്, ഇപ്പോൾ അപഥ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ റെഡ് മീറ്റ്, മത്സ്യം, മാംസം, അതോളം തന്നെ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ്, കെമിക്കൽസ് ചേർന്ന ആഹാരങ്ങൾ, പിന്നെ ആർട്ടിഫിഷ്യൽ ഫുഡ് സ്റ്റഫ്സും ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്, കോള മുതലായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഫ്രൈഡ് വറുത്ത ആഹാരങ്ങൾ, പിന്നെ തണുത്ത ആഹാരങ്ങൾ, ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ. പിന്നെ എരിവ്, പുളി, ഉപ്പ്, മസാല, ഈ 4 കാര്യങ്ങൾ എന്തായാലും വർജിച്ചിരിക്കണം. പിന്നെ സീ ഫുഡ് നമ്മളൊരു കാരണവശാലും യൂറിക് ആസിഡ് ഉള്ളവർ കഴിക്കരുത്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞു, ചൂര, കണവ, കൊഞ്ച്, അതുപോലെ തന്നെയുള്ള മത്സ്യങ്ങൾ, പിന്നെ ചെമ്മീനൊക്കെ അതിനകത്ത് പെടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ ഓവർ അക്യുമുലേഷനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ പ്രിവെൻഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിതമായ വ്യായാമം നമ്മൾ പാലിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അമിത വണ്ണത്തിലേക്ക് കടക്കാതെ വ്യായാമത്തിൻ്റെ കൂടെ തന്നെ ആ വ്യായാമം ചെയ്യുന്നത് തന്നെ ഓവറായിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിൽ ലഘുവായിട്ടുള്ള വ്യായാമം, അമിതമാവാൻ പാടില്ല, തീരെ കുറയാനും പാടില്ല. വണ്ണം നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. നമ്മൾ വെള്ളം ധാരാളം കുടിക്കണം. പിന്നെ ഇതുപോലത്തെ ഉള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബൃഹത്യാദി വെള്ളങ്ങൾ, അങ്ങനത്തെയൊക്കെയുള്ള ഇൻറ്റേർണൽ യൂസിന് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ യോഗ, റെസ്റ്റ് എടുക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ചൂടുവെള്ളം, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ, വെള്ളങ്ങൾ, പിന്നെ നാരങ്ങ വെള്ളം വളരെ നല്ലതാണ്. പിന്നെ ചൂട് പാല് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന് നല്ലതാണ്. പിന്നെ ചൂട് പാലിൽ അല്പം നെയ്യ് ചേർത്ത്, പിത്തശമനമാണത്, ചൂട് പാലിൽ അല്പം നെയ്യ് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഈ കൂടുതലായിട്ട് നമ്മൾ ഈ പൈനാപ്പിൾ, അതുപോലെ തന്നെ മാമ്പഴം, പൈനാപ്പിൾ, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതൊക്കെ യൂറിക് ആസിഡിൻ്റെ അളവിനെ കുറയ്ക്കുന്ന സംഭവങ്ങളാണ്. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളിലെ പ്രയോഗങ്ങൾ ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന റെസിപ്പീസ്. രക്തവാതത്തിന് മരുന്ന് കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സിസ്റ്റർ? നമ്മൾ യൂറിക് ആസിഡ് ഉള്ളവർ അതിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഔഷധവും കഴിക്കും, അതിൻ്റെ പഥ്യങ്ങളൊക്കെ കീപ്പപ്പ് ചെയ്തത് കുറയും. പിന്നെ ഇവർ ശ്രദ്ധിക്കാണ്ട് കൂടുതൽ കലോറി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡ് ഫുഡ്, കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് അടങ്ങിയ ഈ ഉരുളക്കിഴങ്ങ്, ചോറ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അശ്രദ്ധമായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും കൂടുതൽ പ്രോട്ടീൻ ഡയറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സീ ഫുഡൊക്കെ വീണ്ടും ഉപയോഗിക്കുമ്പോൾ വീണ്ടും യൂറിക് ആസിഡിൻ്റെ ടെൻഡൻസി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും യൂറിക് ആസിഡ് ഇൻക്രീസ് ചെയ്യുന്ന ആഹാരങ്ങൾ നമ്മൾ പൊതുവെ ഒന്ന് കൺട്രോൾ വെക്കണമെന്ന് പറയാനായിട്ടുള്ള കാരണം. UAE-യിൽ ജീവിക്കുന്നവരിൽ കേരളത്തിൽ ഉള്ളവരേക്കാൾ അധികമായി രക്തവാതം കണ്ടുവരുന്നതിൻ്റെ കാരണമെന്താണ്? കാരണം UAE-യിൽ അവിടുത്തെ ഫുഡിൻ്റെ പ്രത്യേകതയും എക്സർസൈസിൻ്റെ കുറവുമാണ് സാധാരണ രീതിയിൽ. പിന്നെ അവരുടെ ക്ലൈമറ്റ് ചേഞ്ച്, സാധാരണ അവർ ചൂടാണെങ്കിലും അവർ വീടുകളിലും ഓഫീസിലൊക്കെ ഫുൾ AC ക്ലൈമറ്റിലാണ് അവരിയ്ക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് മിത വ്യായാമം ഇതിന് വേണമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അമിതമാവാൻ പാടില്ല, കുറയാനും പാടില്ല. മിത വ്യായാമം എപ്പോഴും നമ്മൾ പാലിക്കേണ്ടത് ഈ രോഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് UAE-യിലുള്ളവർക്ക് ഇങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റ് പോലത്തെ ക്ലൈമറ്റിക് ചേഞ്ചസും പിന്നെ അവർ കഴിക്കുന്ന ഫുഡിൻ്റെ പ്രത്യേകതയും വ്യായാമക്കുറവും ഒക്കെ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും.
രാത്രിയിൽ ഫ്രൂട്ട് ഡയറ്റ് ചെയ്താൽ രക്തവാതം കുറയുവാൻ സാധ്യതയുണ്ടോ? അതായത് യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് വെറും ഫ്രൂട്ട് ഡയറ്റ് മാത്രം രാത്രി എടുക്കുന്നവർക്ക് 2 ആഴ്ച കൊണ്ട് യൂറിക് ആസിഡ് കുറയുന്നതായിട്ടാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഔഷധം ഒന്നും കഴിക്കാതെ ഫ്രൂട്ട് ഡയറ്റ് മാത്രം എടുക്കുക രാത്രി. അങ്ങനെ ഉള്ള ഒറ്റ പ്രയോഗം കൊണ്ട് തന്നെ നന്നായിട്ട് യൂറിക് ആസിഡ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. യൂറിക് ആസിഡ് ഉള്ള രോഗി കഴിക്കാവുന്നതും കഴിക്കാൻ പാടില്ലാത്തതുമായ ആഹാരങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഇത് കഴിക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവെങ്കിലും കുറച്ച് ഈ പൈനാപ്പിളിൽ ബ്രോമലൈൻ കൂടുതലുണ്ട്. അപ്പോൾ പൈനാപ്പിൾ കഴിക്കുമ്പോൾ ആ ബ്രോമലൈൻ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് യൂറിക് ആസിഡിനെ കുറയ്ക്കുന്നതാണത്. അപ്പോൾ അത് പിന്നെ പുളിയുള്ള എല്ലാ ഫ്രൂട്ട്സുകളും യൂറിക് ആസിഡിൻ്റെ ആഘാതത്തെ അല്ലെങ്കിൽ യൂറിക് ആസിഡ് വർദ്ധിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ കഴിക്കാൻ പാടില്ലാത്തത് ഞാൻ പറഞ്ഞു, ഈ റെഡ് മീറ്റ്, പ്രത്യേകിച്ച് ആട്ടുമാംസവും പശുവിൻ്റെ മാംസമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നന്നായിട്ട് നമ്മൾ വർജിച്ച് തന്നെ ഇരിക്കണം. പിന്നെ അതിനകത്തുള്ളത് ഈ ചില മഷ്റൂം, വഴുതനങ്ങ അങ്ങനെയുള്ള ചില ആഹാരങ്ങൾ നമ്മൾ കഴിക്കരുത്. പിന്നെ ചായ കാപ്പി ഇതിൽ ചായയിൽ ഓക്സാലിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ചായ കുടിക്കാൻ പാടില്ല. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ യൂറിക് ആസിഡ് വരാതിരിക്കാനായിട്ട് രാത്രി ഉറങ്ങുകയും പകൽ ഉറങ്ങാൻ പാടില്ല, രാത്രി കൊളിക്കാനും പാടില്ല. അതായത് രാത്രി നന്നായി ഉറങ്ങണം, പകൽ ഉറങ്ങരുത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെജിമനായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ കീപ്പപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഇൻടേക്ക്, അതായത് വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതും മിതമായ എക്സസൈസ് ചെയ്യുക എന്നുള്ളതും തടീനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും യൂറിക് ആസിഡിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, പ്രോട്ടീൻ കൂടുതലുള്ള ആഹാരങ്ങൾ യൂറിക് ആസിഡുമായിട്ട് പരസ്പരം നന്നായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രോട്ടീൻ ഡയറ്റ് എന്ത് വിധേനയും കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് സീ ഫുഡ് അത് വൺസ് ഇൻ എ വൈൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാത്ത രീതിയിൽ റെഡ് മീറ്റും സീ ഫുഡും എപ്പോഴും പിന്നെ ഈ ചില ടേസ്റ്റുകൾ, എരിവ്, പുളി, മസാല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കൂടുതൽ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, അതുപോലെ ആർട്ടിഫിഷ്യൽ ഫുഡ് സ്റ്റഫ്സ്, പിന്നെ ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ യൂറിക് ആസിഡ് നമ്മളെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് പെട്ടെന്നായിരിക്കും അതിൻ്റെ അറ്റാക്ക് വരിക. അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും ഇതിൻ്റെ അറ്റാക്ക് വരികയും അത് ലേറ്റർ ഓൺ മറ്റ് സന്ധികളിലും കൂടി അത് വ്യാപിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നമ്മൾക്ക് കണ്ടെത്താറുണ്ട്. മറ്റു വാതരോഗങ്ങളിൽ നിന്ന് രക്തവാതത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും സിസ്റ്റർ? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ഈ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നമ്മുടെ തലവേദന ഉണ്ടാക്കുന്നൊരു വിഷയമാണിത്. ഒരു രോഗി സന്ധികളിൽ വേദന, നീര് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിനെ നമ്മൾ വേർതിരിച്ച് ഡയഗ്നോസിസ് ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു ടാസ്ക്കാണത്, വലിയൊരു കാര്യമാണത്. എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, യൂറിക് ആസിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ചിലതിൽ ബ്ലഡ് ടെസ്റ്റിൽ കാണിക്കില്ല. അപ്പോൾ അതിനകത്ത് ചൂട്, ചുവപ്പ്, പുകച്ചിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടെങ്കിൽ ഇത് രക്തവാതത്തിൻ്റെ അല്ലെങ്കിൽ വാതശോണിയത്തിൻ്റെ യൂറിക് ആസിഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാർഡിനൽ സിംറ്റമാണ്. ഇനി ഇതും ആമവാദവും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമവാദത്തിൽ ചെറിയ സന്ധികളിൽ ഒടുങ്ങി വലിയ സന്ധികളിൽ വരെ നീരും വേദന ഉണ്ടാവും. അവിടെ ചുട്ടുപോച്ചിൽ ഉണ്ടാവില്ല, ചുവപ്പ് നിറം ഉണ്ടാവില്ല, ഷിഫ്റ്റിംഗ് പെയിൻ ആയിരിക്കും. ഇന്ന് കൈയുടെ സന്ധികളിൽ കാണുകയാണെങ്കിൽ നാളെ കാലിൻ്റെ മുട്ടിലായിരിക്കും, മറ്റന്നാൾ കാലിൻ്റെ കണ്ണിയിലായിരിക്കും. ഇങ്ങനെ ഷിഫ്റ്റിംഗ് ടൈപ്പ് ഓഫ് പെയിനാണ് ആമവാദത്തിൽ കാണാം. പിന്നെ അതിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ റുമറ്റോയ്ഡ് ആർത്രറ്റിക് ഫാക്ടർ എന്ന് പറയുന്ന RA ഫാക്ടർ സാധാരണ രീതിയിൽ പോസിറ്റീവായിരിക്കും. പ്ലസ് അതിനകത്ത് ESR ഹൈ ആയിട്ട് കാണും. ഇതിൽ യൂറിക് ആസിഡാണ് ഹൈ ആയിട്ട് കാണുന്നത്. അപ്പോൾ പിന്നെ ആമവാദത്തിൽ പലപ്പോഴും പനിയോട് കൂടിയിട്ടായിരിക്കും ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത്, പനി അസോസിയേറ്റഡ് ആയിട്ട് കാണിക്കും. രക്തവാദത്തിലാണെങ്കിലോ പനി അധികം കാണില്ല, എന്നാൽ തൊട്ട് നോക്കുമ്പോൾ ചൂടുണ്ടാവും, ചുവപ്പുണ്ടാവും, എരിച്ചിലുണ്ടാവും, പുകച്ചിലുണ്ടാവും, വേദനയുണ്ടാവും. പിന്നെ മറ്റ് വാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് സന്ധിവാദങ്ങൾ, സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വകുപ്പുണ്ട്. അതിലെല്ലാ സന്ധികളിലും വേദന ഉണ്ടാവും. അതിൽ ബ്ലഡ് ടെസ്റ്റിൽ ഒന്നും നമുക്ക് ഒരു റിപ്പോർട്ടിലും നമുക്ക് പോസിറ്റീവായിട്ട് ഒരു ESR കൂടിയിട്ട് ഒന്നും കാണില്ല. RA ഫാക്ടർ നെഗറ്റീവായിരിക്കും, ESR നോർമലായിരിക്കും, യൂറിക് ആസിഡ് ഒക്കെ നോർമലായിരിക്കും. പക്ഷേ പേഷ്യൻറ്റിന് സിംറ്റംസ് എല്ലാം കാണിക്കുന്നത് സന്ധിവാദത്തിൻ്റെയാണ്. അത് സീറോ നെഗറ്റീവ്
ആർത്രൈറ്റീസ് എന്ന് പറയുന്നത് അതും ഒരു സന്ധിവാതം തന്നെയാണ്. അപ്പോൾ രക്തവാതത്തെ തിരിച്ചറിയാനുള്ള വകുപ്പ്, പ്രധാനപ്പെട്ട വകുപ്പ്, അതിൽ ടെസ്റ്റിൽ യൂറിക് ആസിഡ് ഹൈക്കായിരിക്കും. ചുവപ്പ്, ചൂട്, ചുട്ടുനീറ്റം, ചിലപ്പോൾ തരിപ്പും ചൊറിച്ചിലും ഉണ്ടാവും. ഈ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ യൂറിക് ആസിഡ് ഇത് രക്തവാതമാണോ വാതശൂന്യതമാണോ എന്ന് തിരിച്ചറിയുന്നത്. നമ്മൾ ഇപ്പോൾ യൂറിക് ആസിഡിനെ കുറിച്ചും അതിൻ്റെ കാരണങ്ങൾ, അത് കൂടിയാൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, അതിന് എന്തൊക്കെ റിസ്ക് ഫാക്ടർ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പഥ്യാപഥ്യങ്ങൾ, പിന്നെ അതിൻ്റെ ഒറ്റമൂലികൾ എന്തൊക്കെയാണ്, പ്രിവെൻഷൻ എന്തൊക്കെയാണ്, ഫ്രൂട്ട് ഡയറ്റ് എത്രത്തോളം അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രവിച്ചു. അപ്പോൾ ഇത് നമ്മൾ യൂറിക് ആസിഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മരുന്നുകൾ അങ്ങനെ തന്നെ എടുത്ത് കഴിക്കരുത്. എപ്പോഴും നമ്മൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് അത് ആദ്യം ചെക്ക് ചെയ്യണം, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം വേണം നമ്മളുടെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. അങ്ങനെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് അത് എങ്ങനെ അതിന് പ്രിവെൻറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഗൈഡൻസ് അവരെ നിന്ന് എടുത്ത് നമ്മൾ അത് മുന്നോട്ട് നീങ്ങണം. അപ്പോൾ അത് സെൽഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യരുതേ എന്ന് വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.